ജോസ്ഗിരിയിലെ ഉരുൾപൊട്ടലിന്റെ കാരണം പ്രദേശത്തെ കരിങ്കൽ ക്വാറിയെന്ന് നാട്ടുകാർ. This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ഉരുൾപൊട്ടലിന്റെ ഭീകര ദുരന്തത്തിന്റെ മൂലകാരണം വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയാണെന്ന് പ്രദേശത്തുകാർ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് നിരന്തരം തുടരുന്ന ഖനന പ്രക്രിയ ജോസ്ഗിരിക്ക് സമ്മാനിച്ചത്. 8ഓളം ഉരുൾപൊട്ടലാണ് ഇവിടെ നടന്നതെന്ന് രാജഗിരി പൈതൃക സമിതി ചെയർമാൻ സ്കറിയ നടുവിലേക്കുറ്റി പറഞ്ഞു. വർഷങ്ങളായി തങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ നിരന്തരം അവഗണിച്ച പ്രദേശത്തെ കരിങ്കൽ ക്വാറിയാണ് ഇതിന്റെ കാരണമെന്ന് പ്രദേശവാസിയായ ജോബിൻ ഇല്ലിക്കൽ പറഞ്ഞു. 1-ാം തീയതി രാത്രിയിൽ ഇവിടുന്നാണ് പൊട്ടി താഴെ ഒരു 400-500 മീറ്റർ കംപ്ലീറ്റ് തോട് കൂടെ മലിനമായത് ഈ വരുന്ന പൊടികളാണ്. പൊടികൾ, കല്ല്, മറ്റേ മണ്ണലാണ് കുഴി കിടക്കുന്നത്. അവർ ശരിക്കും തോട് നശിച്ചു പോയി. കുടിവെള്ളം അപ്പോൾ ഞങ്ങൾ പറമ്പ് നനയ്ക്കുന്നുണ്ട്. ആ നനയ്ക്കുന്ന ഓസുകളൊക്കെ 10-200-300 മീറ്റർ ഓസുകളൊക്കെ അടിച്ചുകൊണ്ട് പോയി. ഇവിടുത്തെ കോറ വേസ്റ്റുകളാണ് താഴേക്ക് മൊത്തമായിട്ട് പോയേക്കുന്നത്. നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെ വരെ ബാധിച്ച് അവിടെ ചെറിയ നടപ്പാതെ ഉണ്ടായിരുന്നു, അത് പോയി. അപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി പോയി ഇപ്പം ഈ കോറ വേസ്റ്റ് കാരണം. നമുക്ക് ഇനി എപ്പം വേണമെങ്കിലും ഇനി പൊട്ടാം. ഇവിടെ ഇത് പോകുന്ന കല്ലടിച്ചാൽ മറ്റേ നമ്മുടെ കാര്യങ്ങോട് എത്തിച്ചേരുന്നു. പൊട്ടിപ്പോയ രാജഗിരി ടൗണ് കംപ്ലീറ്റ് രാജഗിരി കോഴിച്ചാല് താഴേക്ക് പോകുന്ന ആൾക്കാരെ താഴേക്ക് വരുന്നത്. ഇവിടെ കുന്നിരുന്നിട്ട് നമുക്ക് രാജഗിരി പ്രദേശം തന്നെ പോയി. പ്രദേശം പോയിട്ട് കോഴിച്ചാൽ അങ്ങോട്ട് കയറി പോവാനില്ല. ഇവിടെ ഒരു കാരണവശാലും കോറ നടത്താൻ വേണ്ടുന്ന സ്ഥലമാണ്. ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയക്കാരെ കയ്യിലെടുത്തുകൊണ്ടാണ് അവർ ഈ തോന്നിയാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ഈ നിരപ്പ് കണ്ടില്ലേ, ഇത്രയും ലെവലായിട്ട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. മണ്ണ് ഇത്രയും ലെവലായിട്ട് കല്ലും മണ്ണും ഇട്ട് നിരത്തി വെച്ച സ്ഥലമാണ്. അവിടെയാണ് ഇടിഞ്ഞ് താഴേക്ക് പോയേക്കുന്നത്. ഒരു 500 മീറ്ററോളം താഴേക്ക് പോയിട്ടുണ്ട്. 10 വർഷം ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. ആർക്കും ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. ഇപ്പോഴാണ് എല്ലാവർക്കും അതിൻ്റെ ഭീകരത മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു 5-10 കാരണവന്മാരുണ്ട്. 85 വയസ്സായ കാരണവന്മാരും അതുപോലെ തന്നെ 10-50 കുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം സർക്കാർ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഇത് ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സർക്കാർ ഉറപ്പ് തരണം നമുക്കിവിടെ ജീവിക്കാൻ, നിങ്ങളിവിടെ ജീവിച്ച ഒരു കുഴപ്പം സംഭവിക്കണം. ആരോട് പറയാൻ പറ്റും? കരം കെട്ടുന്ന പറമ്പിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? പുറത്തേക്ക് പോയാൽ പോരെ. അപ്പോൾ ഇത് ഏതാനും 1-2 മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ് ഈ രാജഗിരി എന്ന പ്രദേശം. അവ ശരിക്കും പറയാമെങ്കിൽ 9-ാം വാർഡ് തന്നെ തീർന്നു. 9-ാം വാർഡ് ചെറുകിട പഞ്ചായത്തിലെ 9-ാം വാർഡ് ഇവർ തീർന്നിട്ടാണ്. വഴി ഞാൻ പറഞ്ഞ ചുറ്റുപെട്ട ജോസ്ഗിരി, മുക്കടി ഈ ഭാഗത്ത് പോകുന്ന ഇവിടുന്ന് പോകുന്ന ഈ വെടിയുടെ ഒരു വെടിക്ക് 500 ഒറ്റ വെടിയേ ഉള്ളൂ. 500 കേപ്പ് വെച്ച് അടിക്കുന്നത്. അതൊക്കെ കാരണം ഞടങ്ങി നമ്മളിവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഇവിടെ വെടി പൊട്ടുമ്പോൾ ജനലൊക്കെ അടിക്കുന്നുണ്ട്. നമ്മുടെ വീട് വെറുതെ പറയുന്നില്ല, അനുഭവസ്ഥ കൊണ്ട് പറയാം. അപ്പൊ നമ്മുടെ ആരോട് പറയാനാന്ന് ഞങ്ങൾ കുറെ പരാതി കൊടുത്തൊന്നും ഒരു കാര്യമില്ല. കാര്യമില്ല. എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാം തേഞ്ഞു മാഞ്ഞു പോവുള്ളൂ. പിന്നെ അതിന് വിലയില്ല. അത്രേ ഉള്ളൂ ഈ നാട്ടിലെ കാര്യങ്ങൾ. ജീവിച്ചിരുന്നാൽ എല്ലാം കാര്യം നടക്കും. കോറ പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കൽ പൊടിയും വേസ്റ്റുമാണ് ഓരോ മഴയിലും കുത്തിയൊലിച്ച് താഴേക്കിറങ്ങി അപകടഭീതി ഉയർത്തുന്നത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.